കട്ടപ്പന 20 ഏക്കർ തൊവരിയാർ റോഡിന് ശാപമോക്ഷം. കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള 20 ഏക്കർ തൊവരിയാർ റോഡാണ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. 15 വർഷമായി റോഡ് തകർന്ന് യാത്രാക്ലേശം സൃഷ്ടിച്ചു കിടക്കുകയായിരുന്നു. തുടർന്ന് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ 25 ലക്ഷവും വാർഡ് കൌൺസിലർ ലീലാമ്മ ബേബി 10 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. എന്നാൽ വാഗ്ദാനങ്ങളല്ലാതെ റോഡ് നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല എന്നാരോപിച്ച് പ്രദേശവാസികൾ കഴിഞ്ഞ വിഷുദിനത്തിൽ റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയും വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതോടെ കൌൺസിലർ ലീലാമ്മ ബേബി നഗരസഭയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തിയതിലൂടെയാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. കട്ടപ്പന നഗരസഭ വാർഡ് 27 തൊവരിയാർ 20 ഏക്കർ പൊന്നിക്കവല റോഡിൻ്റെ കോൺക്രീറ്റ് റീടാറിംഗ് വർക്കുകളാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. ആ റോഡിനായി 2023-24 സാമ്പത്തിക വർഷത്തിലെ 10 ലക്ഷം രൂപയാണ് ഞാൻ അതിന് ഒരു വിഹിതമായി, നഗരസഭയുടെ വിഹിതമായി നമ്മൾ വെച്ചിരുന്നത്. ആ 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കാണ് ഇതുവരെ നടന്നിരുന്നത്. ഈ വർക്കിന് കോൺട്രാക്ടർ എടുത്തിരിക്കുന്നത് ശ്രീ ഷാജി ചവർണാനാണ്. അദ്ദേഹത്തിൻ്റെ ഇടക്കാലം കൊണ്ട് വന്ന സാമ്പത്തിക പ്രതിസന്ധി, ബില്ലുകൾ മാറിക്കിട്ടാനുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലം അദ്ദേഹത്തിന് വർക്കുകൾ കുറച്ച് താമസിക്കേണ്ടി വന്നു തുടങ്ങി വെക്കുന്നതിന്. അതിനിടയിൽ ചില മോശം പരാമർശങ്ങൾ ഉണ്ടായി. നമ്മൾ വെച്ചിരുന്ന 10 ലക്ഷം രൂപ, ആ ഒരു എമൗണ്ട് ഞാൻ ഒരു തവണ മാത്രമാണ് അത് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം തീർച്ചയായിട്ടും ആ ഒറ്റ തവണ കൊണ്ട് തന്നെ ആ ഒരു 10 ലക്ഷം രൂപ നമുക്ക് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയും ആ വർക്ക് വളരെ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. മോശം പരാമർശം ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുകയും അതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കേണ്ട ഒരു കടമ എന്നിൽ നിക്ഷിപ്തമാകുകയും ചെയ്തു. നമ്മൾ ഈ റോഡിൻ്റെ വർക്ക് 76 മീറ്റർ കോൺക്രീറ്റും 310 മീറ്റർ റീടാറിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് നമ്മൾ കൗൺസിൽ പാസ്സായതിനു ശേഷം ഈ വർക്ക് DPC അംഗീകാരത്തോടു കൂടി AS-ഉം TS-ഉം ലഭിച്ച് അതിനുശേഷം വർക്ക് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർ വർക്ക് എടുക്കുകയും അതിന് ശേഷമുണ്ടായ കാലതാമസ നിമിത്തമാണ് ഇതുപോലെയുള്ള മോശം പരാമർശങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായത്. അത് വളരെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഹത്യ നടത്തുന്നതിന് തുല്യമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു പരാമർശങ്ങൾ മൂലം വളരെയധികം വേദനാജനകമായിരുന്നു. എന്നിരുന്നാൽ പോലും ആ വർക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ആ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഉള്ള മാനസികമായും അതുപോലെ തന്നെ വലിയ സപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചിരുന്നത്. ആ വർക്ക് പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആ വർക്കെടുത്ത കോൺട്രാക്ടർക്ക് ഉള്ള നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആ വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ സഹായിച്ചിട്ടുള്ള പ്രദേശവാസികളും അതുപോലെ നല്ലവരായ റോഡിൻ്റെ ഗുണഭോക്താക്കളോടും ഭരണസമിതിയോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് റോഡിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമാക്കിയതിൽ വളരെ സന്തോഷം ഉണ്ട് എന്നറിയിക്കുന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. 76 മീറ്റർ കോൺക്രീറ്റും ടാറിങ്ങുമാണ് നിലവിൽ പൂർത്തിയായത്. ഇതോടെ ഇതുവഴിയുള്ള 80% യാത്രയ്ക്ക് പരിഹാരമായതിന്റെ സന്തോഷമുണ്ടെന്നും വാർഡ് കൌൺസിലർക്ക് നന്ദി അറിയിക്കുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. കട്ടപ്പന 20 ഏക്കർ റോഡ് വർഷങ്ങളായിട്ട് ഇവിടെ ആരംഭിക്കിടക്കുകയായിരുന്നു. ആ റോഡ് ഈ അടുത്ത നാൾ നന്നായതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപ കൂടി ലഭിക്കുകയാണെങ്കിൽ റോഡിന്റെ ബാക്കി ഭാഗവും ഐറിഷോടെ ഉൾപ്പെടെയും പൂർത്തീകരിക്കാൻ കഴിയും. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.